കൈരളി ന്യൂസ് എക്സ്ക്ലൂസീവ്. അർജന്റീനയുടെ മത്സരം തിരുവനന്തപുരത്തുനിന്ന് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ. ലിയോണൽ മെസ്സി തിരുവനന്തപുരത്തെത്തും. ഔദ്യോഗിക അറിയിപ്പ് ഉടൻ ഉണ്ടാകും. മലബാറിലും മെസ്സി എത്തുമെന്നും മന്ത്രി കൈരളി ന്യൂസിനോട് പറഞ്ഞു. ഈ സോഷ്യൽ മീഡിയയിലും മറ്റു മാധ്യമങ്ങളിലൊക്കെ തന്നെ അനാവശ്യമായുള്ള വിവാദമാണ്. മെസ്സിയെപ്പോലുള്ള ലെജൻഡുകൾ കേരളത്തിൽ വരിക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനമുള്ളൊരു കാര്യമാണ്. അദ്ദേഹം വരും, അദ്ദേഹത്തിൻ്റെ ടീമും ഇവിടെ വരും. ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ ധാരാളം സൗകര്യങ്ങളുണ്ട്. ഒരു അന്താരാഷ്ട്ര സ്റ്റേഡിയമുണ്ട്. അത് സമയം പറഞ്ഞതുപോലെ തന്നെ ഒക്ടോബറിൽ, കൃത്യമായി ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ ദിവസം അവരെത്തും. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി സനോജ് സുരേന്ദ്രൻ ചേരുകയാണ്. സനോജ്, 2 ദിവസം മുമ്പാണ് ഒരു വിവാദത്തിന് ചില മാധ്യമങ്ങൾ ശ്രമം നടത്തിയത്. സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തിൽ ഒരു ആശങ്കയുമില്ല, മെസ്സി എത്തുമെന്ന കാര്യത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ മന്ത്രി പറയുകയും ചെയ്തു. ഇന്ന് ഒരു കാര്യം കൂടി വ്യക്തമാക്കി, അർജന്റീനയുടെ മത്സരം തിരുവനന്തപുരത്താണ് നടക്കുക, മലബാറിലും മെസ്സി എത്തും, യാതൊരു വിധത്തിലുള്ള അർത്ഥശങ്കയ്ക്കും ഇടയില്ല എന്ന് തന്നെയാണ് മന്ത്രി പറയുകയും ചെയ്തത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന മറ്റു കാര്യങ്ങൾ? സിജു, AFAയുടെ ഷെഡ്യൂളിൽ കേരളത്തിലെ മത്സരത്തെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചില മാധ്യമങ്ങൾ ഈ തീരുമാനം വിവാദമാക്കിയത്. എന്നാൽ ഇതൊരു അനാവശ്യ വിവാദം മാത്രമാണ് എന്നും അർജന്റീനയെപ്പോലെയുള്ള ഒരു ടീം കേരളത്തിലേക്ക് വരാനൊരുങ്ങുമ്പോൾ ഇത്തരത്തിലുള്ള അനാവശ്യമായ വിവാദങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് തിരിച്ചടി സൃഷ്ടിക്കുമെന്നുമാണ് മന്ത്രി വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ എന്തെല്ലാം ആരോപണങ്ങൾ ഉണ്ടായാലും മെസ്സി കേരളത്തിൽ എത്തുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് മത്സരം സംഘടിപ്പിക്കാനാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഉടമസ്ഥയുള്ള ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് എങ്കിൽ കൂടിയും മന്ത്രി പറഞ്ഞിട്ടുള്ളത് മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ ക്രിക്കറ്റിന് വേണ്ടി മാത്രമുള്ള സ്റ്റേഡിയമാണ് എങ്കിലും അവിടെ ഫുട്ബോൾ മത്സരം സംഘടിപ്പിക്കുകയും പിന്നീട് ആ ക്രിക്കറ്റിന് അനുയോജ്യമായ രീതിയിൽ ആ സ്റ്റേഡിയം ക്രമീകരിച്ച് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് KCAയുടെ ഉടമസ്ഥയിലുള്ള സ്റ്റേഡിയമാണ് തിരുവനന്തപുരം എന്നുള്ളത് ഒരു തടസ്സമല്ല. ഫുട്ബോൾ മത്സരം സംഘടിപ്പിക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയതിനു ശേഷം പഴയ സ്ഥിതിയിലേക്ക് സ്റ്റേഡിയം ആക്കി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ സർക്കാർ ഒരുക്കും. അതുകൊണ്ട് യാതൊരു ആശങ്കയും വേണ്ട. വരും ദിവസങ്ങളിൽ AFAയുടെ ഔദ്യോഗികമായ സ്ഥിരീകരണം ഈ കാര്യത്തിലുണ്ടാവും. അതിനുശേഷം കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കുമെന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഫുട്ബോൾ കാൽപന്ത് കളിയുടെ ഒരു നാട് എന്ന് പറയപ്പെടുന്നത് മലബാർ മേഖലയാണ്. മന്ത്രി മലപ്പുറംകാരാണ്. കോഴിക്കോട്, മലപ്പുറം ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ വലിയ തോതിലുള്ള ഒരു കാൽപന്ത് ആവേശമുള്ള നാട് കൂടിയാണ്. സ്വാഭാവികമായും തിരുവനന്തപുരത്തുണ്ട മത്സരം സംഘടിപ്പിക്കുമ്പോൾ മലബാറുകാർക്ക് അതൊരു നിരാശ ഉണ്ടാക്കുകയില്ലേ എന്ന നമ്മുടെ ചോദ്യത്തിന് മുന്നിൽ മന്ത്രി വ്യക്തമായ മറുപടി നൽകി. തിരുവനന്തപുരത്ത് മാത്രമല്ല, മലപ്പുറംകാർ നിരാശരാവേണ്ടതില്ല, മലപ്പുറത്തും മെസ്സി എത്തുമെന്നാണ് മന്ത്രി വി അബ്ദുറഹ്മാൻ നമ്മളോട് വ്യക്തമാക്കിയത്. സുജു, സനോജ്, ഇതിനകത്ത് മന്ത്രി പറഞ്ഞതിനകത്ത് ഒരു വ്യക്തത വന്നിട്ടുള്ള കാര്യം, നേരത്തെ തന്നെ ഈ പറഞ്ഞ പോലെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഷെഡ്യൂളിൽ ഇത് ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യമാണ് വിവാദമാക്കാൻ ശ്രമിച്ചത്. അതോടൊപ്പം തന്നെ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിലും ഈ 2 കാര്യങ്ങളിൽ മന്ത്രി വ്യക്തത വരുത്തിയിട്ടുണ്ട്. സ്പോൺസർമാർ അക്കാര്യത്തിൽ ഉത്തരവാദിത്തത്തോടെ പെരുമാറും. സ്പോൺസർമാർ മൊത്തം 350 കോടി രൂപയാണ് മെസ്സി കേരളത്തിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായി അർജന്റീനൻ ഫുട്ബോൾ ഫെഡറേഷന് നൽകേണ്ടി വരിക ചെയ്യുന്ന കാര്യത്തിൽ അർജന്റീനൻ ഫുട്ബോൾ ടീമുകളുമായും അതോടൊപ്പം കേരളവുമായി നല്ല ബന്ധത്തിലാണെന്ന് മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. ഈ കാര്യങ്ങളിലൊന്നും യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതിരിക്കുക എന്തിനായിരുന്നു ഈ വിവാദം എന്നുള്ള ചോദ്യം ഇവിടെ ഉയരുകയാണ്. സനോജ്, സിജു, ഈ മെസ്സിയുടെ ടീം കേരളത്തിലേക്ക് വരുമ്പോൾ വലിയ തോതിലുള്ള ഒരു സാമ്പത്തിക ചെലവ്, പ്രത്യേകിച്ച് കോടിക്കണക്കിന് രൂപയുടെ ഒരു സാമ്പത്തിക ചെലവ് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അങ്ങനെ സംസ്ഥാനത്തേക്ക് ഈ മെസ്സിയുടെ ടീം വരുമ്പോൾ വരുന്നുവെന്ന തീരുമാനം ഉണ്ടായ സമയം മുതൽ തന്നെ അനാവശ്യമായ വിവാദങ്ങൾ ബോധപൂർവമായ ചില കോണുകളിൽ നിന്നും ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ടായിരുന്നു. വയനാട് പോലെയുള്ള ഒരു ദുരന്തമുണ്ടായി, അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ട ഘട്ടത്തിൽ ഈ കോടികൾ മുടക്കി എന്തിനാണ് സംസ്ഥാനത്തേക്ക് മെസ്സിയെയും അർജന്റീന ടീമിനെയും ആനയിക്കുന്നത് എന്നതായിരുന്നു ആദ്യഘട്ടത്തിൽ ഉയർന്ന ചോദ്യം. എന്നാൽ സംസ്ഥാന സർക്കാരിന് സാമ്പത്തികമായി യാതൊരുവിധ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ചിലവാക്കേണ്ട സാഹചര്യങ്ങളോ ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല, സർക്കാർ ഇതിനു വേണ്ടിയുള്ള പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കി നൽകിയാൽ മാത്രം മതി. ബാക്കിയുള്ളതെല്ലാം ഈ സ്പോൺസർമാർ മുഖേനയാണ് ഇതിനു വേണ്ടിയുള്ള തുക കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിന് സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല. പക്ഷേ മെസ്സിയെപ്പോലെയുള്ള ഒരു ആഗോള തലത്തിലുള്ള ഒരു ഫുട്ബോൾ താരം കേരളത്തിലേക്ക് വരുന്നതിനൊപ്പം തന്നെ അർജന്റീനൻ ടീമും കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിനുണ്ടാകുന്ന സാമ്പത്തിക നേട്ടം വളരെ വലുതാണ്. മാത്രമല്ല, നമ്മുടെ 80,000-ഓളം ആളുകൾക്ക് ഇരിപ്പിടമൊരുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സ്റ്റേഡിയമാണ്
തിരുവനന്തപുരത്തെ സ്റ്റേഡിയം എന്നാണ് മന്ത്രി വ്യക്തമാക്കിയത്. അവിടേക്ക് കാണികളുടെ ഒരു കുത്തൊഴുക്കുണ്ടാവും. മാത്രമല്ല ഈ പ്രദേശത്തുണ്ടാകുന്ന ഒരു വലിയ മാറ്റങ്ങൾ, അങ്ങനെ സാമ്പത്തികമായി കേരളത്തിന് മെച്ചപ്പെടുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുമ്പോൾ ആദ്യഘട്ടം മുതൽ ഇതിനെ അനാവശ്യ വിവാദത്തിലേക്ക് തള്ളിവിടാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം ചില കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് AFIയുടെ അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ്റെ ഷെഡ്യൂളിൽ വരുന്ന ഒരു വർഷക്കാലത്തേക്കുള്ള ഷെഡ്യൂളിൽ കേരളത്തിലെ മത്സരക്രമത്തെ സംബന്ധിച്ചുള്ള ഒരു തീരുമാനം ഉണ്ടായില്ല എന്നതിൻ്റെ പേരിൽ അർജന്റീനൻ ടീം കേരളത്തിലേക്ക് വരികയില്ല എന്നുള്ള തരത്തിലുള്ള പ്രചരണങ്ങളാണ് ചില മാധ്യമങ്ങൾ ബോധപൂർവമായി സൃഷ്ടിച്ചത്. അങ്ങനെ സംസ്ഥാന സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾക്കിടയിലാണ് അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ്റെ ഔദ്യോഗികമായ പ്രഖ്യാപനം വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നും അങ്ങനെയുള്ള ഔദ്യോഗികമായ സ്ഥിരീകരണം ഉണ്ടായതിനു ശേഷം ഈ കാര്യത്തിൽ കൃത്യമായ നിലപാടുകൾ സർക്കാർ സ്വീകരിക്കുമെന്നും അർജന്റീനൻ ടീം കേരളത്തിലേക്ക് എത്തിയാൽ അവർക്ക് മത്സരം സംഘടിപ്പിക്കാൻ വേണ്ടിയുള്ള പശ്ചാത്തല സൗകര്യങ്ങൾ, അതായത് ഗ്രൗണ്ടിൻ്റെ കാര്യത്തിലുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ യുദ്ധകാലാടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ പൂർത്തിയാക്കുമെന്നും മത്സരം തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കാൻ വേണ്ടിയാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളതെന്നും മറ്റ് പല സ്റ്റേഡിയങ്ങളുണ്ടെങ്കിലും കൊച്ചിയിലും ഒപ്പം തന്നെ കോഴിക്കോടുമൊക്കെ തന്നെ മറ്റ് പല സ്റ്റേഡിയങ്ങളുണ്ടെങ്കിൽ പോലും ഏറ്റവും അനുയോജ്യമായ സ്റ്റേഡിയം എന്ന നിലയിൽ തിരുവനന്തപുരത്തേക്ക് മത്സരം സംഘടിപ്പിക്കാൻ വേണ്ടിയാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. അത് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഉടമസ്ഥയിലുള്ള സ്റ്റേഡിയം അല്ലേ എന്ന ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ അതിന് മുമ്പ് അദ്ദേഹം നൽകിയ മറുപടി എന്ന് പറയപ്പെടുന്നത് ഈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ മുമ്പ് ക്രിക്കറ്റ് മത്സരത്തിന് വേണ്ടി മാത്രമുള്ള മൈതാനമാണെങ്കിൽ കൂടിയും അവിടെ ഫുട്ബോൾ മത്സരം സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ സമാനമായ രീതിയിൽ കേരളത്തിലെ ക്രിക്കറ്റ് സ്റ്റേഡിയമായിട്ടുള്ള തിരുവനന്തപുരത്തെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇത്തരത്തിൽ ഫുട്ബോളിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയതിനു ശേഷം പിന്നീട് ക്രിക്കറ്റിന് വേണ്ടിയുള്ള തരത്തിൽ ആ സ്റ്റേഡിയത്തെ രൂപമാറ്റം നടത്തി ഫുട്ബോൾ അസോസിയേഷൻ വേണ്ട ക്രമീകരണങ്ങൾ നടത്തി നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. അങ്ങനെ കേരളത്തിന് വലിയ ആവേശമായി മാറുന്ന ഒരു പ്രഖ്യാപനമാണ് ഉണ്ടായിട്ടുള്ളത്. അത് കേരളത്തിന് സാമ്പത്തികമായി കാര്യമായ ബുദ്ധിമുട്ടില്ലാതെ തന്നെ സാമ്പത്തികമായി വലിയ നേട്ടമുണ്ടാകുന്ന ഒരു കാര്യം. മാത്രമല്ല ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് ഈ കൊച്ചു കേരളത്തിലേക്ക് അർജന്റീനൻ ടീം മത്സരത്തിനായി വരുന്നു എന്നുള്ളത് തന്നെ വലിയൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. മാത്രമല്ല 50 റാങ്കിലുള്ള മറ്റൊരു ടീമിനെ കൂടി ഈ മത്സരം സംഘടിപ്പിക്കാൻ വേണ്ടി കേരളത്തിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അർജന്റീനൻ AFIയുടെ ഔദ്യോഗികമായ സ്ഥിരീകരണം ഉണ്ടായതിനു ശേഷം ഈ ആദ്യ 50 അംഗ റാങ്കിലുള്ള ഏതെങ്കിലും ഒരു ടീമിനെ കൂടി മത്സരത്തിനായി തിരുവനന്തപുരത്തേക്ക് എത്തും. അങ്ങനെ ആവേശകരമായ ഒരു ഫുട്ബോൾ രാവ് കേരളത്തിന് സമ്മാനിക്കാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് കേരളത്തിലെ കായിക വകുപ്പും കേരള സർക്കാരും ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരിച്ചു നിൽക്കുന്ന സ്പോൺസർമാരും എല്ലാം തന്നെ. അപ്പോൾ കേരളത്തിലെ തിരുവനന്തപുരത്തേക്ക് മത്സരം സംഘടിപ്പിക്കപ്പെടുമ്പോൾ മലബാറുകാർ യാതൊരു തരത്തിലും നിരാശരാവേണ്ടതില്ല. മലബാറിലും മെസ്സി എത്തുമെന്നുള്ള ഒരു ഉറപ്പാണ് കൈരളി ന്യൂസിനോട് മന്ത്രി അബ്ദുറഹ്മാൻ വ്യക്തമാക്കിയത്. സിജു, സനോജ്, ഇതിൽ നമുക്കറിയാം കേരളത്തിനുണ്ടാകുന്ന സാമ്പത്തിക നേട്ടം, അതോടൊപ്പം തന്നെ കേരളത്തിലെ ഫുട്ബോൾ ആരാധകർ ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിൻ്റെ സൗന്ദര്യത്തെ ഏറെ ഇഷ്ടപ്പെടുന്നവരാണ് ഭൂരിഭാഗം കേരളീയരും. ഇതിന് ഉപരിയായി ഇന്ത്യൻ ഫുട്ബോളിന് കേരളം നൽകുന്ന സംഭാവനകളുണ്ട്. അത് IM വിജയൻ ഉൾപ്പെടെയുള്ളവർ, ആ ഫുട്ബോൾ മാന്ത്രികന്മാർ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ വിസ്മയം തീർത്തവരാണ്. ഒരുപക്ഷെ അർജന്റീന പോലുള്ള ഒരു ലോക കായിക ഫുട്ബോൾ മേഖലയിലെ ഒരു അതികായൻ കേരളത്തിലേക്ക് എത്തുമ്പോൾ അത് രാജ്യത്തിന് തന്നെ മുതൽക്കൂട്ടാവുകയാണ്. ലോക കായിക ഭൂപടത്തിൽ ഫുട്ബോൾ ഭൂമികയിൽ കേരളം കൂടി അടയാളപ്പെടുത്തുമ്പോൾ ഇന്ത്യൻ ഫുട്ബോളിന് തന്നെ അത് കരുത്താവുക തന്നെ ചെയ്യും. കാരണം നമുക്കറിയാം ഇന്ത്യയിൽ നിരവധി ഫുട്ബോൾ താരങ്ങളുണ്ടെങ്കിൽ പോലും ലോക ഫുട്ബോൾ വേദിയിൽ ഇന്ത്യയുടെ സ്ഥാനം വളരെ പിന്നിലാണ്. ആ കാര്യങ്ങൾക്ക് കൂടി ഗുണകരമാകുന്ന തരത്തിലേക്ക് അർജന്റീനയുടെ കേരളത്തിലേക്കുള്ള വരവിനെ മെസ്സിയുടെ വരവിലേക്ക് മാറ്റിയെടുക്കാൻ കഴിയും. അത്തരത്തിൽ കൂടി വിലയിരുത്തപ്പെടുന്നുണ്ട്. സനോജ്, തീർച്ചയായിട്ടും സിജു, ഇപ്പോൾ മന്ത്രി കോട്ടയത്ത് എത്തിയത് തന്നെ ലഹരിവിരുദ്ധ സന്ദേശയാത്രയുടെ പര്യടനത്തിൻ്റെ ഭാഗമായി കാസർഗോഡ് നിന്നും സംഘടിപ്പിക്കപ്പെട്ട യാത്രയുടെ ഭാഗമായിട്ടാണ്. ലഹരി അല്ല, സ്പോർട്സാണ് ലഹരി എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഇത്തരമൊരു യാത്ര സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം വർത്തമാന കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾ, യുവാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ലഹരിയുടെ ഉറവിടം തേടി യാത്ര ചെയ്യുമ്പോൾ കളിസ്ഥലങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കൂടി ഇത്തരത്തിലൊരു കായിക മാമാങ്കം കേരളത്തിലേക്ക് സംഘടിപ്പിക്കപ്പെടുമ്പോൾ അത് കേരളത്തിൻ്റെ കായിക മേഖലയ്ക്ക് മാത്രമല്ല രാജ്യത്തിൻ്റെ കായിക മേഖലയ്ക്ക് നൽകുന്ന ഉണർവ് എന്ന് പറയപ്പെടുന്നത് വളരെ വലുതാണ്. മാത്രമല്ല ഫുട്ബോൾ പ്രേമികൾക്കൊപ്പം തന്നെ ഫുട്ബോൾ കളിക്കാരെ സൃഷ്ടിക്കുവാൻ ഈ നാടിന് സാധ്യമാവും. പ്രത്യേകിച്ച് സുജു സൂചിപ്പിച്ചതുപോലെ തന്നെ ഓരോ കേരളീയനും വളരെ അഭിമാനത്തോടു കൂടിയും ആവേശത്തോടു കൂടിയും കാണുന്ന ഒരു കായിക താരമാണ് മെസ്സിയും ഒപ്പം തന്നെ അർജന്റീനൻ ടീമുമെല്ലാം. കേരളത്തിലെ ഫുട്ബോൾ കളിക്കാരെ അല്ലെങ്കിൽ ഫുട്ബോൾ പ്രേമികളെ നമ്മൾ അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അർജന്റീനയോ ബ്രസീലോ ആരാധകരാണ് ബഹുഭൂരിപക്ഷം ആളുകളും. അപ്പോൾ അർജന്റീനയെ പോലുള്ള ഒരു ടീം കേരളത്തിലേക്ക് വരുമ്പോൾ, ഈ കൊച്ചു കേരളത്തിലേക്ക് വരുമ്പോൾ അത് കേരളത്തിന് മാത്രമല്ല ഇന്ത്യൻ ഫുട്ബോൾ കായിക മേഖലയ്ക്ക് കൂടി വലിയ തോതിൽ മുതൽക്കൂട്ടാവുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ വലിയ ആവേശത്തോടു കൂടിയാണ് കായിക ലോകം ഈ നീക്കത്തെ കാണുന്നത്. അപ്പോൾ മറ്റു തലത്തിലുള്ള തെറ്റായ പ്രചരണങ്ങൾ,
കോടികൾ മുടക്കി സംസ്ഥാന സർക്കാർ വയനാട് ഉൾപ്പെടെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അത്തരത്തിൽ ഉപയോഗിക്കപ്പെടേണ്ട പണം ഇത്തരത്തിൽ ഈ മെസ്സിയെ പോലെയുള്ള കായിക താരങ്ങളെ കൊണ്ടുവരാൻ അല്ലെങ്കിൽ അർജന്റീന ടീമിനെ കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന തരത്തിൽ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ബോധപൂർവമായി ഈ പ്രശ്നം വിവാദമാക്കിക്കൊണ്ട് എങ്ങനെയെങ്കിലും മെസ്സിയും ടീമും വരുന്നത് വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ തോതിലുള്ള പരിശ്രമങ്ങൾ പല കോണുകളിൽ നടക്കുമ്പോഴും അതിനെയൊക്കെ പ്രതിരോധിച്ചുകൊണ്ടാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഈ കാര്യത്തിലേക്ക് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് സ്പോൺസർമാരുടെ പിന്തുണയോടുകൂടി സംസ്ഥാനത്തിന് സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ സാമ്പത്തികമായി നേട്ടമുണ്ടാക്കുന്ന തരത്തിൽ ഈ അർജന്റീനൻ ടീമും ഒപ്പം തന്നെ ലോക ഫുട്ബോളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തലതൊട്ടപ്പനുമായിട്ടുള്ള മെസ്സി ഉൾപ്പെടെയുള്ള ആളുകൾ കേരളത്തിലേക്ക് എത്തുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ മന്ത്രി നടത്തുന്ന ഈ ലഹരി വിരുദ്ധ യാത്ര പോലും ശ്രദ്ധേയമാവുന്നത്. കാരണം ലഹരിക്ക് എതിരെയുള്ള കായിക മാമാങ്കത്തിന് തുടക്കം കുറിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ കളിസ്ഥലങ്ങൾ വീണ്ടെടുക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഇത്തരം യാത്രകൾ സംഘടിപ്പിക്കുമ്പോൾ ഈ കായിക മേഖലയ്ക്ക് ഉണർവ് നൽകുന്ന തരത്തിൽ ഈ മെസ്സി കൂടി കേരളത്തിലേക്ക് എത്തുമ്പോൾ ശരി, സനോജ് സുരേന്ദ്രനാണ് കോട്ടയത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. മെസ്സി കേരളത്തിലെത്തും. തിരുവനന്തപുരത്ത് സൗഹൃദ മത്സരം അർജന്റീനയുമായി നടക്കുകയും ചെയ്യും. മലബാറിലും മെസ്സി എത്തുമെന്നുള്ള കാര്യങ്ങളാണ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഇപ്പോൾ കൈരളി ന്യൂസിനോട് വിശദീകരിച്ച്. ഇക്കാര്യത്തിൽ ആശങ്ക ഉണ്ടാകേണ്ട ഒരു സാധ്യതയുമില്ല. വിവാദം ഉണ്ടാക്കിയത് എന്തിനെന്നുള്ള ചോദ്യം മാത്രമാണ് അവശേഷിക്കുന്നത്. വിവരങ്ങളാണ് സനോജ് സുരേന്ദ്രൻ നൽകിയത്.